അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാട് കടത്തപ്പെട്ടവരെ വിലങ്ങണിയിച്ചു എന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. ഇതാദ്യമായല്ല നാട് കടത്തൽ നടത്തുന്നതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ന്യായീകരണം. Sir, the House would also share the view of the government that it is in our collective. In fact, illegal mobility and migration has many other associated activities. There have even been fatalities in the course of such illegal migration. Is not a new one. I repeat, not a new one. Provides for the use of restraints. However, we have been informed by ICE that women and children are not restrained, including during transit, related to food and other necessities, including possible medical emergencies, are attended to. During toilet breaks, deportees are ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ അകത്തും പുറത്തും എന്ന് പ്രതിപക്ഷം നടത്തിയത്. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സിബി, ഇന്നത്തെ പാർലമെന്റിലെ നടപടികൾ പ്രതിപക്ഷാംഗങ്ങളെയൊക്കെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം പ്രധാനമന്ത്രിയും എസ് ജയശങ്കറും ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായി ചുരുക്കി. ഇന്നിപ്പോൾ അമേരിക്കയുടെ നാടുകടത്തൽ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിപക്ഷം തീർത്തത്. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് വഴങ്ങി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയായിരുന്നു. പക്ഷെ വളരെ വിചിത്രമായ ഒരു ന്യായീകരണമാണ് എസ് ജയശങ്കർ നടത്തിയത്. 104 ഇന്ത്യക്കാരെ നാടുകടത്തിയ അമേരിക്കൻ നടപടി അത് പൂർണ്ണമായും തങ്ങൾക്ക് അറിയായിരുന്നു. അത് ഈ നാടുകടത്തൽ ഇത് ആദ്യമായിട്ടല്ല എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് നാട് കടത്തുന്നത് ആദ്യമായിട്ടല്ല, മുൻപും നടത്തിയിരുന്നു എന്നുള്ളൊരു ഒരു മറുപടിയാണ് വിദേശകാര്യമന്ത്രി നൽകിയത്. അതോടൊപ്പം തന്നെ ഈ US സൈനിക വിമാനത്തിന് ഇന്ത്യയിൽ ഇറങ്ങാൻ അനുമതി നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇനി എത്ര വരെ കൊണ്ടുവരാൻ എന്ന ചോദ്യത്തിന് കൃത്യമായ കണക്കുകൾ അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ഇതിൽ സൈനിക വിമാനത്തിന്റെ യുദ്ധത്തിൽ ഈ ഒരു കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന രീതിയെ കുറിച്ചും ചോദിച്ചപ്പോഴും അതിന് വ്യക്തമായ മറുപടി നൽകിയില്ല. ഈ കൊളംബിയ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ, ചെറു രാജ്യങ്ങൾ പോലും തങ്ങളുടെ പൗരന്മാരെ ഒരു